ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു കുക്കിംഗ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ തോരൻ. നിങ്ങളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും ചിക്കൻ തോരൻ, എൻ്റെ ചിക്കൻ തോരൻ. ആദ്യം കുറച്ച് തേങ്ങ എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിൽ നമ്മൾ കുറച്ച് മുളക് പൊടി, ഇത് കുറച്ച് നാടൻ എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി വേണം, അതും ഒരു 3/4 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി കൈ കൊണ്ട് നന്നായി തിരുമ്പി വയ്ക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ചേർത്താം. ഒരു 1/2 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റിന് വയ്ക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഓളം റെസ്റ്റിന് വയ്ക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് എടുക്കാം. നമ്മളിപ്പം 1/100 1 കിലോ, ഏകദേശം 1 കിലോന് കൂടുതലുണ്ട് ചിക്കൻ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കാം. സോ നമ്മൾ അതിന് വേണ്ടി ആദ്യമായിട്ട് വെളിച്ചെണ്ണ വേണം. നമുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒഴിക്കാം. ഒരു 3 സ്പൂണൊക്കെ വരും. ഓക്കെ, എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുന്ന സമയത്ത് ഒരു 5 വറ്റൽമുളക് 2ആയി കീറിയത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സ്ലിമ്മിൽ വെക്കാൻ മറക്കരുത്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 30ഓളം ചെറുള്ളിയാണ്. അതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിരിക്കുക. അടുത്തതായി ഇതിലേക്ക് ചതച്ച് വെച്ച ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, അര സ്പൂണ് ഗരം മസാല, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി,
അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു അര സ്പൂൺ നോർമൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി വതങ്ങി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു 2 സവോള ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ച ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതേപോലെ ആവശ്യമായ അതിനുള്ള ഉപ്പ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഉള്ളിയെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ചിക്കനൊന്നും സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചതച്ച പെരിഞ്ജീരകം, ചതച്ചത് പെരിഞ്ജീരകം പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് അധികം ടൈമൊന്നും വേണം.
ഇപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ച് ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് ഇങ്ങനെ പുറത്തിരുന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ്. അവസാനം ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പിലയുടെ ഇട്ട് കൊടുത്ത് ലാസ്റ്റായി ഒന്ന് ഇളക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. കൊള്ളാം. ഇച്ചിരി ഉപ്പ് കുറവാണ്. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെ. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. അപ്പം ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഞങ്ങളിത് കഴിക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയാണ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്ഫുൾ റെസിപ്പിയാണ്. നമുക്ക് കറി അല്ലാതെ എപ്പോഴും നമ്മൾ ഈ കറിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് ഫ്രൈയും അല്ല എന്നാൽ കറിയും അല്ല, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ചിക്കൻ തോരനാണ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചുലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഡിഷ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും